എൻ്റെ പ്രത്യേക സ്നേഹിതനുമായ സണ്ണി MP അവർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട LF ചർച്ചിലെ കാത്തഡ്രൽ ചർച്ചിലെ വികാരിയച്ഛനും ഒരു ഗ്രാൻഡ് ഫിനാലെ ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള മറുനാടൻ മലയാളികൾ എല്ലാവരും തന്നെ ഓണാഘോഷം ആഘോഷിച്ച് തീർന്നു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ അവസാനത്തെ പരിപാടി അട്ടക്കലാശമാണ്, ഒരു ഗ്രാൻഡ് ഫിനാലെയാണ് എന്നാലിപ്പോഴത്തെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ പറ്റിയ ഒരു കാര്യപരിപാടികളുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് YMCA എന്ന് ആദ്യം തന്നെ അറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ക്രൈസ്തവ സമുദായം അതിന് വിഭാഗങ്ങളായിട്ട് നമ്മൾ ഗൂഗിളൊക്കെ യേശുവിൽ ഒന്നാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ പരിപാടിയിൽ എല്ലാ പരിപാടികളും നമ്മുടെ സ്നേഹവും സമാധാനവും സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് അതിന് അർത്ഥം വരിക. അതുകൊണ്ടാണ് നമ്മൾ YMCA എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ കൂട്ടായ്മയും ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് തെളിയിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ ലോകമാകെയുള്ള സംഘടന, ലോകത്തെ എല്ലായിടത്തും ജോലി ചെയ്യുന്ന ഒരു സംഘടനയാണ് YMCA എന്ന് പറയുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും നാരായണന്റെ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായിട്ട് നമ്മൾ നടത്തണം എന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. നിങ്ങൾക്കറിയാം, എനിക്ക് മലയാളം അത്ര നന്നായിട്ട് അറിയില്ല. കന്നഡത്തിലാണ് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്, കന്നഡ പഠിച്ച ആളാണ്. ഈ മണ്ണിന്റെ ഭാഷയാണ് കന്നഡം. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പറയുമ്പോൾ ഓണം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. നമുക്ക് എന്റെ സാഹിത്യമോ അല്ലെങ്കിൽ എന്റെ ഗ്രാമങ്ങളോ അത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 4 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എന്തിനാണ് ഓണം നടത്തുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഓണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഓണത്തിനെ പറ്റി നമുക്ക് പറയുമ്പോൾ നമ്മൾ ലോകത്തുള്ള എല്ലാ മലയാളികളും ഒന്നിച്ച് ജാതി മത ഭേദം ഒന്നുമില്ലാതെ, വർഗ രാഷ്ട്രീയങ്ങൾ ഒന്നുമില്ലാതെ ഞങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഭയങ്കരമായ സമൃദ്ധിയുടെയും ഒരു കാലഘട്ടത്തിലാണ് മാവേലി എന്ന് പറയുന്ന ചക്രവർത്തി കേരളം ഭരിച്ചുവെന്നും അങ്ങനെ ആ ഭരിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യമുള്ളത്. അതുപോലെ ഹിന്ദു മതത്തിലുള്ള വേദങ്ങളും അല്ലെങ്കിൽ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ രാമായണമോ മഹാഭാരതമോ ഒക്കെ എടുത്താൽ അതിനകത്ത് രാമായണത്തിലും മഹാഭാരതത്തിലും പിന്നെ പുരാണങ്ങളിലുള്ള ഒരു കഥയായിട്ടാണ് നമുക്ക് ഒരു എന്താണ് അതിന് പറയുന്നത്, ചരിത്രമല്ല, അത്ര ഒരു സംഭവമായിട്ട് നമ്മൾ അതിന് പറയും. അതാണ് ഈ വാമന അവതാരമായിട്ട് നമ്മൾ വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമന അവതാരത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വളരെ സമൃദ്ധിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു സമുദായത്തില് ദൈവങ്ങളെയൊക്കെ മറന്ന് ദൈവദേവാദികളെയൊക്കെ മറന്നുകൊണ്ട് ജനങ്ങള് മഹാബലിയെ തന്നെ ദൈവമായിട്ട് കാണാനും അയാളെ പൂജിക്കുവാനൊക്കെ തുടങ്ങി എന്നുള്ളൊരു ദേവതകളുടെ ഒരു വിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ഒരു വാമനന്റെ അവതാരത്തിൽ വന്ന് മഹാബലിയെ 3 അടി മണ്ണ് ചോദിച്ചു. ആ മണ്ണ് കൊടുക്കാമെന്ന് മഹാബലി വാഗ്ദാനം ചെയ്യുകയും ആദ്യത്തെ അടിയെടുത്ത് തലയിൽ വെക്കുകയും 2ാമത്തെ ആകാശത്തിലേക്ക് 3ാമത്തെ പാതാളത്തിലേക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് പാതാളത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ 3ാമത്തെ അടി എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മഹാബലി തന്റെ തലയുടെ മുകളിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ പാതാളത്തിലേക്ക് മഹാബലിയെ പറഞ്ഞു വിട്ടെന്നും പിന്നെ കൊല്ലത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തു എന്നുള്ള ഐതിഹ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഓണത്തെ പറ്റി അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ ആ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഒരു തോറ്റവന്റെ ഒരു തിരിച്ചുവരവാണ്. നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ട ഒരു രാജാവിന്റെ തിരിച്ചുവരവായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ആ ഓണത്തിന് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം വീണ്ടും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന എല്ലാവരും സമത്വസുന്ദരമായ ഒരു സാഹോദര്യ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഓണാഘോഷത്തോടുകൂടി നമ്മുടെ ജാതി മത വർഗ ശത്രുത എല്ലാം മറന്ന്, രാഷ്ട്രീയ ശത്രുതകളെല്ലാം മറന്ന് നമ്മളെല്ലാം ഒരു ഒന്നാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളറിയാം, കേരളത്തിന്റെ കുടിയേറി പറഞ്ഞിട്ടുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ഒത്തിരി ഇവിടെ തന്നെ മരണമടിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഓർമ്മ, അവരുടെ കേരളത്തിന്റെ ഭാഷയും സംസ്കാരവും നമ്മുടെ പൈതൃകവും ഒക്കെ ഓർമ്മിപ്പിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് പങ്കുവെച്ചു കൊടുക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ ഞങ്ങൾ അറിയാൻ പോകുന്ന കന്നഡ ഭാഷ കന്നഡ സ്കൂളുകളിൽ പഠിക്കുന്നവരാണ്. കന്നഡ പഠിക്കുന്നു, കന്നഡ എഴുതുന്നു, കന്നഡയിൽ സംസാരിക്കുന്നു. നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ കന്നഡ ഒത്തിരി സംസാരിക്കാറുണ്ട്. അപ്പൊ കന്നഡ ഭാഷയെ സ്നേഹിക്കാനും
കന്നഡ ഭാഷയെ നമ്മൾ ഇവിടുത്തെ മണ്ണും വെള്ളവും ഇവിടുത്തെ സമ്പത്തും ഉപയോഗിച്ച് ജീവിക്കുന്ന നമ്മളെല്ലാവരും കന്നഡികരാണ്. കന്നഡയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവേണ്ടത്, ബഹുമാനമുണ്ടാവേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അമ്മയുടെ ഭാഷയായ മലയാളത്തെ നമുക്ക് സ്നേഹിക്കാം. മലയാളം എന്ന് പറഞ്ഞാൽ ദ്രാവിഡ ഭാഷയുടെ ഒരു മൂലഭാഷയാണ്. ഇതിന്റെ ബ്രാഹ്മി ഭാഷയുടെ ഒരു ഭാഗമാണ്. ഇതിനകത്ത് തമിഴും മലയാളവും കന്നഡവും തെലുങ്കും ഒക്കെ വരും. അപ്പോൾ ഒരു മലയാളം ഏറ്റവും മോഡേൺ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും അവസാനം ഉണ്ടായ ഒരു ഭാഷയാണ്. ഏറ്റവും ആദ്യം ഉണ്ടായത് തമിഴാണ്, പിന്നെ ഉണ്ടായത് കന്നഡയാണ്, പിന്നെ തെലുങ്ക്, അത് കഴിഞ്ഞിട്ടാണ് മലയാള ഭാഷ ഉണ്ടായതായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു ബ്രാഹ്മി ഭാഷ എന്ന് പറയുന്ന വളരെ പ്രാകൃതമായ ഒരു ഭാഷയുടെ മൂലഭാഷയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഭാഷയാണ്. വളരെ സാഹിത്യപരമായിട്ട് വളരെ മേന്മയുള്ള ഭാഷയാണ് മലയാളം. കന്നഡ ലിപി ഏറ്റവും ആദ്യമായിട്ട് ലോകത്തെ ലിപി ഉണ്ടായത് കന്നഡയിലാണെന്ന് പറയുന്നത്. വിശ്വ ലിപിയുടെ റാണിയാണ് കന്നഡ ഭാഷ എന്ന് കൂടി നമ്മുടെ ഇതിഹാസക്കാർ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ രണ്ട് ഭാഷയും നമുക്ക് മലയാളവും കന്നഡവും ഒന്നിനോട് ഒന്ന് ചേർത്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. മലയാളം നമ്മുടെ അമ്മ ഭാഷയാണെങ്കിൽ ഇത് കന്നഡ നമ്മുടെ മണ്ണിന്റെ ഭാഷയാണ്, നമ്മൾ പഠിക്കുന്ന ഭാഷയാണ്, നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിന്റെ ഭാഷയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി എന്റെ ഒരു മിശ്രണമാണ് നമ്മുടെ ഈ എല്ലാവരുടെയും നടത്തുന്ന ഓണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഓണാഘോഷത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശം ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് സമാധാനവും ശാന്തിയുമാണ് ലോകത്തിന് നേർന്നുകൊണ്ടാണ് ക്രിസ്തു ലോകത്തിൽ വന്നത്. അപ്പൊ സമാധാനവും സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ നടന്നു പോകാൻ സാധ്യതയുണ്ട്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നും നിന്റെ ഇടത്തെ കണ്ണെടുത്തടിച്ചാൽ വട്ടേ കണ്ണം കാണിച്ചു കൊടുക്കണമെന്നും നമുക്കറിയാം. ലാസറിന്റെയും നരികന്റെ മുമ്പേ അറിയാം. നിന്നെ ചോദിക്കാതെ പോലും അറിവുള്ളവർക്ക് നമ്മൾ സഹായിക്കാൻ കടപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ സ്നേഹത്തിന്റെ മതമാണ് ക്രിസ്തു മതം. അവിടെ നമ്മുടെ അയൽക്കാരൻ ആരാണ്, ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊന്നും ചോദിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവരെയും അംഗീകരിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്തു മതവിശ്വാസികളായ നമ്മളെല്ലാവരും, നമുക്കറിയാം ഈ മതം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് കേരളത്തിലൊക്കെ 15-16 നൂറ്റാണ്ടില് പോർച്ചുഗീസുകാരനും ഡച്ചുകാരനും ഫ്രഞ്ചുകാരനും സ്പെയിൻകാരനും ഒക്കെ വന്നപ്പോൾ അവര് അവിടെ നിന്ന് കൊണ്ടുവന്ന സംസ്കാരങ്ങളെ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു നമ്മളെ പല ഭാഗങ്ങളായിട്ട് വേർതിരിക്കുകയും അതിന്റെ പേരിൽ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അതിനർത്ഥം നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്, ഒരേ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവരാണ്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന് കൂതാശകളൊക്കെ വേറെ ആണെങ്കിലും നമ്മുടെ അതിനകത്തൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും യേശുവിന്റെ ദൈവികതയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അത് ദൈവികത അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറഞ്ഞാൽ കരുണയും അനുകമ്പയും സ്നേഹവും സമാധാനവും സമത്വവും സഹോദര്യവുമാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് വരേണ്ടത്. അതുപോലെ മഹാബലിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയും, അഹങ്കാരമാണ് മഹാബലിയെ വിഷ്ണു പാതാളത്തിലേക്കാൻ കാരണം. അപ്പൊ അഹങ്കാരം നമുക്ക് സമൃദ്ധി എല്ലാവർക്കും വന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ 10-20 കൊല്ലത്തിന് ഇപ്പുറത്തോട്ട് നോക്കിയാൽ വളരെയധികം നല്ലൊരു ശതമാനം 90% ആൾക്കാരും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഇവിടെ വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷമാണ്, മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണമാണ്. അങ്ങനെ ഈ സമൂഹത്തിൽ നമുക്ക് വളരാനും വളരെയധികം കാര്യങ്ങൾ നന്മ ചെയ്യുവാനും ഈ ഓണാഘോഷങ്ങളിലൂടെ നമ്മൾ സ്നേഹത്തിന്റെ സന്ദേശം ഈ എല്ലാവരും സമൂഹത്തിലേക്ക് നൽകുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് അർത്ഥമാവുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്നോട് പലരും ചോദിക്കുന്നത്, നമ്മുടെ ഹിന്ദുക്കളെന്നല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഹിന്ദുക്കളുടെ ഓണം ആഘോഷിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം. കാരണം നമ്മുടെ യേശു പറഞ്ഞ സ്നേഹത്തിന്റെ സന്ദേശവും മഹാബലിയുടെ ചരിത്രമൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾ ആഘോഷങ്ങളിൽ പലധികം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് വാലിമാലും അല്ലെങ്കിൽ വടംവലിയും മറ്റ് പരിപാടികളെല്ലാം തിരുവാതിര കളിയൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ സഹോദരികൾ തമ്മിലുള്ള മത്സരമാണ്. ആരെയും ഇവിടെ പടച്ചട്ടയുണ്ടാണെങ്കിൽ യുദ്ധക്കളം പോലെ പറയേണ്ട കാര്യമില്ല. ഇതിന്റെ പിറകിൽ മാസക്കണക്കിന് ദിവസങ്ങളോളം ഒരുപാട് സഹോദരങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വരുന്നത് നമ്മൾ കളിക്കുന്നതും നമ്മൾ പരസ്പരം സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഇതിനകത്ത് വാശിയും ഇതൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ച് അതൊരു ശത്രുതയിലേക്ക് പോകാത്ത രീതിയിൽ എല്ലാ സമുദായക്കാരും അവരവരുടെ ഇടവകയിലെ അംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്.
കളി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ കേരളത്തിൽ തന്നെ ഭക്ഷണം നമ്മൾ വിളമ്പണം. കേരളത്തിൽ എങ്ങനെയാണ് സദ്യ ഉണ്ടാക്കുന്നത് അതുപോലെ സദ്യ നമ്മൾ കൊടുക്കണമെന്നുള്ള ഒറ്റ കേരളീയരെ കൊണ്ട് നല്ല സദ്യ ഉണ്ടാക്കി നമ്മൾ നമുക്കറിയാം. ഈ സദ്യ ഉണ്ടാക്കി തരുന്ന ആള് ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവൊന്നുമല്ല, ഒരു മുസ്ലിമാണ്. ഒരു കേരള സദ്യ നമുക്ക് ഒരുക്കി തരുന്ന ആള് മുസ്ലിമാണ്. അതുകൂടി നമ്മളിവിടെ അപ്പോൾ എല്ലാവരും നമ്മളിവിടെ ഏകോദര സഹോദരങ്ങളാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അവിടെ തന്നെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിച്ചു.